BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് അടിത്തറ ശക്തമാക്കി തിരിച്ചു വരാനുള്ള ഒരു മോഡൽ എക്സാമാണ് ഈ തെരഞ്ഞെടുപ്പ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാമ്പിൾ പോര്. എന്നാൽ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെല്ലുവിളിയാകുന്ന ചില ഘടകങ്ങളുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വിമതർക്ക് പുറമെ ഘടക കക്ഷികളും എതിർ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട് എന്നതാണ് അതിൽ ഏറെ പ്രധാനം. തലസ്ഥാനത്ത് 15-ലധികം വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ്, RSP, CMP സ്ഥാനാർത്ഥികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വാർഡിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് വിജയമൂർത്തിയും, പോർട്ടിൽ ബേബി പെരേരയും, പാളയത്ത് നിർമ്മല തോമസും, കഴക്കൂട്ടത്തെ AM ഹുസൈനും, സൈനിക സ്കൂളിൽ തെക്കേ വീട്ടിൽ സുജിത്തും ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളായി കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട്. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു ഡിവിഷനിലും വെള്ളനാട്, വിതുര, കല്ലിയൂർ, പാറശാല, കഠിനംകുളം, കാഞ്ഞിരംകുളം, അമ്പൂരി പഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥികളെ നിർത്തി. നെടുമങ്ങാട് നഗരസഭയിൽ 3 വാർഡിൽ കോൺഗ്രസിനെതിരെ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. മാർക്കറ്റ് വാർഡിൽ നിലവിലെ കൗൺസിലറും കോൺഗ്രസ് വനിതാ നേതാവുമായ ഫാത്തിമയ്ക്കെതിരെ അതേ പേരുള്ള SS ഫാത്തിമയെയാണ് ലീഗ് രംഗത്തിറക്കിയത്. അരശുപറമ്പിൽ കോൺഗ്രസ് നേതാവ് നൌഷാദ് ഖാനെ, പ്രമുഖ ലീഗ് നേതാവ് തറവാട്ടിൽ സാബുവും, പളമുട്ടത്ത് കോൺഗ്രസ് യുവ നേതാവ് അഫ്സലിനെതിരെ ലീഗ് നേതാവായ പുലിപ്പാറ യൂസഫുമാണ് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ ടൗൺ, വലിയകുന്ന് വാർഡുകളിൽ RSPയും വെങ്ങാനൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ CMPയും കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെതിരെ കുറ്റിച്ചിലിൽ UDFിലെ പൊട്ടിത്തെറിയും വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് 6 വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് RSPയും രംഗത്ത് വന്നു. എലിമല, കള്ളിയൽ, തച്ചൻകോട്, മേലേമുക്ക്, പരുത്തിപ്പള്ളി ഹൈസ്കൂൾ എന്നീ വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. കള്ളിയൽ വാർഡിൽ UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനായ കോൺഗ്രസിനു വേണ്ടിയും കൺവീനർ RSPക്ക് വേണ്ടിയും പരസ്പരം മത്സരിക്കുന്നതിനാൽ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം പോലും ചേരാനായിട്ടില്ല. RSP സംസ്ഥാന സെക്രട്ടറിയും UDF ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടിട്ട് പോലും കുറ്റിച്ചിലിലെ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുമില്ല. തുടർന്നാണ് RSP സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. കോൺഗ്രസിനുള്ളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം അവസാനിച്ചിട്ടുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് ചേർന്ന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ തമ്മിലടിക്കുകയും ചെയ്തിരുന്നു. ഓഫീസ് വാർഡിൽ കോൺഗ്രസ് നേതാവ് റിബലായി നിൽക്കുന്നുമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.